എൻ്റെ ആ ആത്മസാക്ഷാത്കാരം സാധ്യമാക്കി തന്നാലും എന്ന് 7 തവണ റിക്വസ്റ്റ് ചെയ്യുക. അമ്മേ കുണ്ടലിനി, എനിക്കെൻ്റെ ആത്മസാക്ഷാത്കാരം സാധ്യമാക്കി തന്നാലും എന്ന് 7 തവണ ഹൃദയത്തിൽ നിന്നും റിക്വസ്റ്റ് ചെയ്യുക. 7 തവണ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ കൈ ഒന്ന് സ്വല്പം ഉയർത്തി ഒരു 1.5 ഇഞ്ച് മുതൽ 2-3 ഇഞ്ച് വരെ ഇങ്ങനെ ഉയർത്തിയിട്ട് അവിടെ നമ്മളിങ്ങനെ പതുക്കെ ഒബ്സർവ് ചെയ്യുക. അവിടുന്ന് നിങ്ങൾക്ക് വെളിയിലേക്ക് എന്തെങ്കിലും വായുവിൻ്റെ പ്രവാഹം ചൂടായിട്ടോ തണുപ്പായിട്ടോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൈ താത്തു വയ്ക്കാം, ഇല്ലെങ്കിൽ കൈ വീണ്ടും വെച്ച് ഒന്നുകൂടെ ശ്രമിക്കാം. അത് അനുഭവനീയമായിട്ടുള്ളവർക്ക് കൈ താത്തു വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഇടത്തെ കൈയിലേക്ക് അറ്റൻഷൻ കൊടുക്കുക. പതുക്കെ അറ്റൻഷൻ നമ്മുടെ വലത്തെ കൈയിലേക്ക് കൊണ്ടുവരിക. തലയുടെ മുകളിൽ നമ്മൾ ആ പ്രസ് ചെയ്ത ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. നിങ്ങൾക്ക് കണ്ണ് തുറന്നിരുന്ന് ഒരു വിഷ്വൽസ് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഒരു ഫ്യൂ മിനിറ്റ്സ് ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലിരുന്ന് നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണാം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഏതെങ്കിലും ഗൃഹപാഠത്തിൽ എടുക്കാം ഒരു ചെറിയ ഇടവേള. ഗൃഹപാഠം തുടരുന്നു. നമ്മുടെ ഇന്നത്തെ ഗൃഹപാഠം ചർച്ച ചെയ്യുന്ന വിഷയം സഹജയോഗ, ഇന്നത്തെ മഹായോഗ. ഇതിൽ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇന്നത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു പ്രശസ്ത സഹജയോഗി ശ്രീ രാജേന്ദ്രക്കുറുപ്പ്. സാർ, ഇപ്പോൾ നമ്മൾ പറയണ്ടായി നമുക്ക് ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം അറിയാൻ പറ്റുന്നു, അല്ലെങ്കിൽ ചൂടായിട്ടോ തണുപ്പായിട്ടോ അറിയാൻ പറ്റുന്നു. എനിക്ക് തണുപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതെന്താണ്, അന്ന് വിശദമാക്കാമോ? അത് യഥാർത്ഥത്തിൽ നമ്മളിലുള്ള ഞാൻ പറഞ്ഞ ഈ മാതൃ എനർജി ആയിട്ടുള്ള കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്യുകയും നമ്മളുടെ അന്തരാത്മാവുമായിട്ടും നമ്മുടെ ഈ ചക്രാസ് വഴി അത് പാസ് ചെയ്യും. നമ്മുടെ ബ്രഹ്മരന്ധ്ര അതായത് മൂർധാവിലൂടെ അത് വെളിയിലേക്ക് വരികയും സാക്ഷാൽ ഈശ്വര ചൈതന്യമായിട്ട് യോഗ പ്രാപിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കത് അനുഭവനീയമാകുന്നത്. അപ്പം ഇത് എത്ര പറഞ്ഞാലും നമുക്കത് അനുഭവനീയമാകാത്തിടത്തോളം യാതൊരു പ്രയോജനവും ഇല്ല. നമ്മുടെ മനുഷ്യജന്മത്തിൻ്റെ ഒരു പർപ്പസ് തന്നെ നമ്മൾ യോഗ പ്രാപിക്കുക, അത് കൂടിച്ചേരുക, നമ്മളത് അന്തരാത്മാവിനെ തിരിച്ചറിഞ്ഞ് കൂടിച്ചേരുക എന്നുള്ളതാണ്. ഇത് വളരെ സൗജന്യമായിട്ട്, കാരണം ഒന്ന് നമ്മുടെ അമ്മയുടെ മുലപ്പാൽ പോലെ തന്നെ ഇതെവിടെയും നമുക്ക് കാശിന് മേടിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ആരെങ്കിലും യോഗ പഠിപ്പിക്കാൻ മേടിച്ച് നിങ്ങൾക്ക് യോഗ തരാം
എന്നും പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പൈസ പിരിച്ചൊക്കെ യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അബ്സല്യൂട്ട്ലി അതൊന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. അബ്സല്യൂട്ട്ലി നോൺസെൻസ്. കാരണം അമ്മയുടെ മുലപ്പാൽ പോലെ ഇത് പരിശുദ്ധമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള എനർജിയാണ്. അത് വളരെ നമുക്ക് അമ്മയുടെ മുലപ്പാൽ നമ്മൾ എങ്ങനെയാണോ കഴിച്ചത് അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടേണ്ട നമ്മുടെ റൈറ്റ് ആണത്. ഇത് പൂർണ്ണമായിട്ട് ഫ്രീ ആണ് ഇത് പഠിക്കുന്നത്? അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. 150 പരം രാജ്യങ്ങളിൽ സഹജയോഗ ശ്രീമാതാജി സ്വന്തം എക്സ്പെൻസിൽ സ്പ്രെഡ് ചെയ്യേണ്ടായി. അത് അനുഭവിച്ചറിഞ്ഞ മറ്റ് നമുക്ക് അതിലേക്ക് വരെ ഒരു കോളർ കുറച്ച് നേരമായിട്ട് വെയിറ്റിംഗിലാണ്. ആരെ നോക്കാം. ഹലോ, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ നമസ്കാരം. ഹലോ, ഇതാരാ വിളിക്കുന്ന, പേര് പറയാമോ? ഞാൻ ശ്രീകുമാരിയാണ് വിളിക്കുന്നത്. എവിടെന്നാ വിളിക്കുന്നത്? പാണ്ടനാടെന്ന് പറയും, ചെങ്ങന്നൂരിനടുത്തുള്ളൊരു സ്ഥലമാണ്. ആയിക്കോട്ടെ, എന്താന്ന് വെച്ചാൽ സംശയം പറഞ്ഞോളൂ. പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോഴേ ഇങ്ങനെ തലയിൽ നിന്ന് കൈ മുകളിലേക്ക് എടുത്തപ്പോൾ എനിക്ക് തലയിൽ ചെറിയ തണുപ്പ് അനുഭവപ്പെട്ടു. അതുപോലെ 2 കൈകളിലും ചെറുതായിട്ടൊരു ചൂടും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് എന്താണ്, ഈ ഡിവൈൻ എനർജി തന്നെയാണോ ഞാൻ ഈ അനുഭവിക്കുന്നത്? തീർച്ചയായിട്ടും അത് ആ ഡിവൈൻ എനർജിയാണ്. അതിൻ്റെ പ്രത്യേകിച്ചും ഒരു കാര്യം, ഇതിനു മുമ്പ് ഒരിക്കലും നമ്മൾ പല വിശ്വാസങ്ങളിലൂടെയൊക്കെ അവിടുന്ന് കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ആ കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്ത് പരമമായ ആ പ്രപഞ്ച സ്രോതസ്സുമായിട്ട് സൃഷ്ടികർത്താവുമായിട്ട് കൂടിച്ചേർന്നപ്പോഴാണ് ആ കൂൾ ബ്രീസ് അനുഭവപ്പെട്ടത്. കയ്യിൽ ചൂട് അനുഭവപ്പെടാൻ കാരണം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ അവസ്ഥയെ ബേസ് ചെയ്താണത്. ആ സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ കുണ്ടലിനി അവേക്കൻ ചെയ്ത് അത് പാസ് ചെയ്ത് പോകുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്തൊക്കെയാണോ അത് ആ കുണ്ടലിനി മദറിന് അറിയാം. അത് ക്ലെൻസ് ചെയ്യും. ആ ക്ലെൻസ് ചെയ്യുന്നതാണ് നമുക്ക് ചൂടായിട്ടൊക്കെ നമുക്ക് വെളിയിലേക്ക് വരുന്നത്. ഇത് നിങ്ങൾക്ക് എവിടെയാണെന്ന് പറഞ്ഞാൽ പാണ്ടനാടിനടുത്ത് നമ്മൾ ഇന്നലെ ഇപ്പം പുതിയൊരു സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചെങ്ങന്നൂർ സെൻറ്റർ ഉണ്ട്. വളരെ സൗജന്യമാണ്. നിങ്ങൾക്ക് യാതൊരു പൈസ മുടക്കമില്ല. ചെങ്ങന്നൂർ സെൻറ്ററിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചെങ്ങന്നൂർ കരൂർ വൈശ്യ ബാങ്കിൻ്റെ മുകളിലുള്ള ഹാളിൽ വെച്ചാണ്. ഞായറാഴ്ചകൾ 9 മണി മുതൽ 11 മണി വരെ ഉണ്ട്. അവിടെ ജോയിൻ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ എനർജി കൂടുതൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യമാകും. ഓക്കെ, അപ്പോൾ സംശയം മാറുന്നു വിശ്വസിക്കുന്നു. വിളിച്ചാൽ അതിയായ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൗജന്യമായിട്ടാണ് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്കൊരു അനുഗ്രഹം തന്നെയാണ്. പലപ്പോഴും പല കപട യോഗകളിലും ഒക്കെ വീണുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും സൗജന്യമായിട്ട് ജനങ്ങളിലേക്ക് അത് എത്തുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത് അമ്മ തന്നെ തുടങ്ങി വെച്ച ഒരു സംരംഭമായിരുന്നുവോ? തീർച്ചയായിട്ടും അമ്മയാണ് ഇത്. സഹജ മാർഗ്ഗത്തിലൂടെ മാത്രമേ യോഗ പ്രാപ്യമാകൂ എന്നുള്ളത് നമ്മൾ പണ്ട് മുതലുള്ള എല്ലാ സ്ക്രിപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാലും അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സഹജയോഗ എന്ന പേരിൽ ഇത് ഇത്ര ലളിതമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒന്നും ഉപേക്ഷിക്കാതെ നമുക്ക് എന്നും ചെയ്യാവുന്ന ഒരു പരുവത്തിൽ നമുക്ക് എത്തിച്ചു തന്ന ശ്രീ മാതാജിയാണ്. ഡോക്ടറായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ കൂടെയൊക്കെ ജയിലിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ 150 രാജ്യങ്ങളിൽ അമ്മ സ്വന്തം ചെലവിൽ പോയി ഇത് എത്തിക്കുകയുണ്ടായി. ഇത് വളരെ പരിപൂർണമാണ്. ഞാൻ പറയുന്നത് ഇതിന് നിങ്ങൾക്ക് ഒരു പൈസയുടെ ചിലവില്ല. നമ്മളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം നമ്മുടെ ഇൻറ്റേർണൽ ക്ലെൻസിങ് ആണ്. നമ്മുടെ എക്സ്റ്റേണൽ ഉള്ള ഇതിനേക്കാൾ ഉപരി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയും നമ്മളാരാണെന്നുള്ള തിരിച്ചറിവ് നമ്മളുണ്ടാകുകയും ഈ കുണ്ടലിനി എനർജി നമ്മൾ അവേക്കനാവുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻറ്റേർണൽ ക്ലെൻസിങ് നടക്കുകയാണ്. നമ്മളുടെ ഇൻറ്റേർണൽ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ നമുക്ക് ഈ കലിയുഗത്തിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെയുള്ള ഒരു ശാന്തിയും സമാധാനം സഹജീവം കൊണ്ട് ഉദ്ദേശിക്കുന്ന അതേപോലെ തന്നെ വളരെ ഒരു ബാലൻസ്ഡ് ലൈഫാണ്. ഒരു ശാന്തിയും സമാധാനവും എല്ലാം കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ. അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വളരെയധികം ഓർമ്മശക്തിയൊക്കെ വളരെ വർദ്ധിക്കും. അവർ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. നമ്മൾ പാരൻസ് ഒന്നും അവരുടെ പുറകെ നിന്ന് അവരെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ രണ്ടാമത് ഇതിലുള്ള എല്ലാ പഠന രീതികളും എല്ലാം വെറും ഏത് സാധാരണക്കാരനും മനസ്സിലാകാവുന്ന രീതിയിലാണ്. പറഞ്ഞ കാര്യം മനസ്സിലായില്ല. അല്ലാതെ ഇന്ന ലാംഗ്വേജ് അറിഞ്ഞാലേ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ ഈശ്വരൻ്റെ ഭാഷയായി സ്വീകരിച്ചുകൊണ്ട് ആർക്കും ഏത് ലളിതമായ രീതിയിൽ എവിടെ ഇരുന്നും 10 മിനിറ്റ് ധ്യാനം രാവിലെയും വൈകുന്നേരം ചെയ്യുന്നതുകൊണ്ട് ആ പരമപദങ്ങളുമായിട്ട് ഡെയിലി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അതേപോലെ രണ്ടാമത് ഇന്നത്തെ ചെറുപ്പക്കാരിലൊക്കെയുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുറാണ്. അതുപോലെ നിങ്ങൾ സഹജയോഗ ചെയ്തു തുടങ്ങാൻ സമയപരിമിതി കൊണ്ടാണ് ഞാനിങ്ങനെ വളരെ സ്പീഡായിട്ട് പോകുന്നത്. സഹജയോഗ ഇത് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പന്ദനാബോധം എന്ന് പറയുന്ന ഒരു വൈബ്രേറ്ററി അവയർനെസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യും. അത് നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്ററുമായിട്ട് ഏത് കാര്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കൈവളയിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും. അത് നിങ്ങൾ സ്ലോലി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്തോറും മേ ബി വിത്തിൻ ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെ നല്ലൊരു വൈബ്രേറ്ററി അവയർനെസ്. കാരണം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന് നമ്മളെ കുണ്ടലിനി എനർജിക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും അറിയാം. ജന്മങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അത് നമ്മുടെ ശരീരവുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ കയ്യിലും കാലിലും എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ അത് ആ ഒരു വൈബ്രേറ്ററി അവയർനെസ് നമ്മൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് എപ്പം ഏത് നിമിഷം എന്ത് നിങ്ങളുടെ ആ
യോഗ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ സൃഷ്ടികർത്താവുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, സമയപരിമിതിയുണ്ട്, നമുക്ക് രോഗങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇത് സഹായിക്കാറുണ്ടോ? തീർച്ചയായിട്ടും രോഗങ്ങൾ മാറിക്കിട്ടാൻ ഇത് വളരെ സഹായിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള ഒട്ടുമുക്കാലും രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ ഇൻബാലൻസസ് കൊണ്ടാണ്. ഈ അവിചാരിതമായിട്ട് സംഭവിക്കുന്ന ആക്സിഡന്റും മറ്റും. സത്യം പറഞ്ഞാൽ നിങ്ങൾ സഹയോഗിയായി കഴിയുമ്പോൾ ആക്സിഡൻറ്റ്സ് പോലും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി വെരി മച്ച് പ്രൊട്ടക്റ്റഡ് ബൈ ദ ഡിവൈൻ. ഓക്കെ, ആ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ആ യൂണിവേഴ്സൽ ട്രൂത്തിൻ്റെ ഒരു പരിരക്ഷ, ആ ഒരു സ്നേഹത്തിൻ്റെ പരിരക്ഷ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം നമ്മളെല്ലാം സത്യത്തിൽ ഒരേ ആത്മാവിൻ്റെ കണികകളാണ്. അത് പക്ഷേ അനുഭവനീയമാകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. യൂണിവേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്നേഹമാകുന്ന ആ ഒരു സത്യത്തിൻ്റെ ുള്ള പരമാണുക്കളാണ് നമ്മളെല്ലാം എന്നുള്ളത് നമ്മളുടെ ബ്രഹ്മരന്ധ്ര ഓപ്പൺ ചെയ്ത് സഹസ്രാര ഓപ്പൺ ചെയ്ത് നമ്മൾ യോഗ പ്രാപിക്കുമ്പോൾ മാത്രമേ നമുക്കത് അനുഭവനീയമാകുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും രോഗങ്ങളെല്ലാം മാറും. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ പ്രിയ പ്രേക്ഷകരായിട്ട് പറഞ്ഞു തന്നു. ഈ ഒരു അരമണിക്കൂർ കൊണ്ടൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണം. കൂടുതൽ വിവരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും സമയം നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കായിട്ട് തന്നതിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ജയ്ഹിന്ദിൻ്റെ പേരിലും ഗൃഹപാഠത്തിൻ്റെ പേരിലും താങ്ക് യു സോ മച്ച്. ഏതായാലും ഇന്നത്തെ ഗൃഹപാഠത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റു വിഷയങ്ങളുമായി കാണാം. അതുവരേക്കും കാത്തിരിക്കും നല്ലൊരു അധ്യായത്തിന് വേണ്ടി. നന്ദി, നമസ്കാരം.